ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഷമാം വെച്ചിട്ടുള്ളൊരു പുഡിങ് തയ്യാറാക്കാം. സാധാരണ നമ്മൾ എല്ലാ ഫ്രൂട്ട്സ് വെച്ചിട്ടും പുഡിങ് ഉണ്ടാക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് ഷമാം വെച്ചിട്ടുള്ള പുഡിങ്ങും ഉണ്ടാക്കുന്നത്. പക്ഷേ ഷമാം വെച്ചിട്ട് പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് മിക്ക ആൾക്കാർക്കും ഒരു കയ്പ്പ് ടേസ്റ്റ് തോന്നാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ എങ്ങനെയാണ് പുഡിങ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ ഷമാമിൻ്റെ കാൽ ഭാഗത്തോളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുരുവൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഷമാമ് കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒരുപാട് അങ്ങ് അടിയിൽ കൂടി കട്ട് ചെയ്തെടുക്കുന്നില്ല. മുകൾ ഭാഗത്തുള്ള കുറച്ച് ഭാഗം മാത്രമേ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. ആ ഒരു വൈറ്റ് പാർട്ട് വരുന്ന ആ ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ല. അത് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്ക് കഴിക്കാൻ എടുക്കാം, പുഡിങ്ങിലേക്ക് എടുക്കരുത് കേട്ടോ. കാരണം ഈ ഒരു വൈറ്റ് പാർട്ട് വരുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു കയ്പ്പ് കിട്ടുന്നത്. ഈ വൈറ്റ് പാർട്ടൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ പുഡിങ് ഉണ്ടാക്കി നോക്കിക്കോളൂ. നിങ്ങൾക്ക് എന്തായാലും കയ്പ്പൊന്നും ഇല്ലാതെ തന്നെ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ സാധാരണ നമ്മൾ ജ്യൂസൊക്കെ അടിക്കുന്ന സമയത്തൊക്കെ തന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ഷമാമിൻ്റെ ആ ഒരു ജ്യൂസ് കയ്പ്പ് ടേസ്റ്റ് വരുന്നുണ്ടാവും. ഈ ഒരു വൈറ്റ് പാർട്ട് വരുന്നതുകൊണ്ടാണ് ആ ഒരു കയ്പ്പ് ടേസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം നമുക്ക് ഒഴിവാക്കാം. ഇനി ഈ ഒരു ഷമാമ് ഞാനിവിടെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാമെന്ന് വേണ്ടി. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ അരച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഷമാമിൽ തന്നെ നന്നായിട്ട് വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെയാണ് കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കേണ്ടത്. ഒട്ടും കട്ടകളില്ലാതെ അരച്ചെടുക്കാം. ഇനി നമ്മളെ പുഡിങ്ങിൽ സാധാരണയായിട്ട് ആവശ്യമുള്ളതാണ് ചൈനാഗ്രാസ്. ചൈനാഗ്രാസ് ഞാനിപ്പോൾ ഇവിടെ 4 ഗ്രാം ചൈനാഗ്രാസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കുതിരാൻ വെക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. വേണ്ടി പാല് തിളപ്പിക്കുമ്പം തന്നെ നമുക്ക് സൈഡിൽ ഒരു പാത്രത്തിൽ തിളപ്പിക്കാൻ വെച്ചാൽ മതി, അല്ലെങ്കിൽ ഓവനിൽ ചെയ്തെടുക്കാം. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് 1 കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പഞ്ചസാര മാത്രം വെച്ചിട്ട് ചെയ്താലും മതിയാവും. ഇതിലേക്ക് ഞാൻ ഇനി ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുഡിങ് നമുക്ക് തണുക്കുന്ന സമയത്ത് കുറച്ച് മധുരം കുറഞ്ഞ പോലെ ഉണ്ടാവും. അപ്പോൾ കുറച്ചൊരു മധുരം മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ തണുക്കുന്ന സമയത്ത് നല്ല പാകത്തിനുള്ള മധുരത്തിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാലൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചൈനാഗ്രാസ് മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മൈക്രോവേവിൽ വെച്ചിട്ടാണ് ചൈനാഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതുപോലൊരു അരിപ്പ വെച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചൈനാഗ്രാസിൻ്റെ കട്ടകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്കത് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ചൈനാഗ്രാസ് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഷമാമിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഈ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാമെന്ന് വേണ്ടി. തിളക്കണ്ട, അതിന് മുന്നേ തന്നെ ഓഫ് ചെയ്യണം. നന്നായിട്ടൊന്ന് ചൂടായി വരെ വേണ്ടു കേട്ടോ. എല്ലാതും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അപ്പോൾ ഇതെല്ലാതും കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്, നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഉടനെ തന്നെ പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം. പുഡിങ് കുറച്ചൊന്ന് ചൂട് മാറിയതിന് ശേഷം ഞാൻ കുറച്ച് ഷമാമിൻ്റെ പീസ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് ചൂട് മാറിയതിന് ശേഷമാണ് കേട്ടോ. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുക്കണം. അപ്പോഴായിരിക്കും പുഡിങ് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ടാവുക. അതുപോലെ നല്ലൊരു ടേസ്റ്റും കിട്ടണമെങ്കിൽ നല്ലോണം തണുത്തിട്ടുണ്ടാവണം കേട്ടോ. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ നമ്മളെ പുഡിങ് പുറത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അധികം കട്ടയായിട്ടുള്ള പുഡിങ് അല്ല കേട്ടോ, നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ആ ഒരു കയ്പ്പ് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം കേട്ടോ. താങ്ക്